നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിൽ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടേണ്ടതായ ഒരാളാണ് വാൽമീകി മുനി. അതാണ് കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചത്. ഈ വാൽമീകി എന്ന് പറയുന്ന മഹർഷി ഒരു പാരമ്പര്യത്തിൽ ഒരു മുനിയായതല്ല. നമുക്കെല്ലാവർക്കും അറിയാം, രത്നാകരൻ എന്നു പേരായ ഒരു കാട്ടാളനായിരുന്നു. മറ്റുള്ളവരെ തട്ടിപ്പറിച്ചും കൊള്ളയടിച്ചുമൊക്കെ ജീവിച്ചിരുന്ന ഒരാൾ. അവസാനം മുനിമാര് വന്ന സമയത്ത് അവരുടെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അവരോട് ചോദിച്ചു, ഈ ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെയൊക്കെ ഫലം നീ മാത്രമല്ല, ഇതിന്റെ ഫലമായിട്ട് ഇതിന്റെ ഫലം അനുഭവിക്കുന്നവരായ നിന്റെ കുടുംബാംഗങ്ങളും കൂടി ഈ പാപത്തിന്റെ ഫലം അനുഭവിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് അത് അന്വേഷിച്ചു തിരിച്ചു വന്ന ആ രത്നാകരൻ മനസ്സ് മാറി മുനിമാരുടെ അനുഗ്രഹത്തോടുകൂടി അവരുടെ ഉപദേശമനുസരിച്ച് ആ മരം ഈ മരം എന്ന് പറഞ്ഞ് അവസാനം രാമരാമ എന്നായി മാറി ഒരു മുനിയായി, മാമുനി മഹാമുനിയായി മാറി. ആ മഹർഷിയുടെ വാക്കുകൾ, അതും ഒരു ശോകം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ വാക്കുകൾ. എത്രയോ കൊലപാതകങ്ങളും തട്ടിപ്പറികളും ഒക്കെ ചെയ്ത ആ രത്നാകരൻ പിന്നെ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷി അമ്പെയ്ത് താഴെ വീണ സമയത്ത് അതിൽ നിന്നും ദുഃഖമുണ്ടാവുകയും ആ ദുഃഖത്തിൽ നിന്നും ആ ശോകത്തിൽ നിന്നും ഒരു ശ്ലോകം ഉണ്ടാവുകയും ചെയ്തു. അതാണ് ആദികാവ്യം എന്ന് നമ്മളൊക്കെ അറിയപ്പെടുന്ന രാമായണം. മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമശാശ്വതീ സമാ യക്രൗഞ്ചമിഥുനാദേകമവധീ കാമമോഹിതം. ആ ശ്ലോകത്തിൽ നിന്നാണ് പിന്നെ ഒരു മഹത്തായ കാവ്യ സൃഷ്ടി ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഉള്ള ആദികാവ്യം എന്നറിയപ്പെടുന്നതാണ് രാമായണം. അപ്പൊ അവിടെ മുതൽക്കാണ് പിന്നെ ഭാരതത്തിൽ അല്ലെങ്കിൽ സൃഷ്ടികളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. ഈ സൃഷ്ടിക്കപ്പെട്ട എല്ലാ കാവ്യങ്ങളും അതുപോലെ മറ്റുള്ള ഗ്രന്ഥങ്ങളും എല്ലാം സംസ്കൃത ഭാഷയിലാണ് ഉണ്ടായത്. പിന്നെ അതിനൊക്കെ മലയാളം വ്യാഖ്യാനങ്ങളും ഒക്കെ വന്നു എന്നുള്ളത് ശരിയാണ്. ഏതായാലും നമ്മുടെയൊക്കെ സംസ്കൃതം, അതായത് ഈ സംസ്കാരം എന്ന് പറയുന്നതും സംസ്കൃതം എന്ന് പറയുന്നതും രണ്ടായിട്ട് കാണാൻ സാധിക്കില്ല. നമ്മുടെ ഭാരത മാതാവ് അല്ലെങ്കിൽ ഭാരതദേശം, ആ ഭാരതഭൂമി പലതരത്തിലുള്ളതായ ചിന്താഗതികളും ഒക്കെ അടങ്ങിയതാണ്. ഒരു ചെറിയൊരു ശ്ലോകം പറയാം. വന്ദേ ഭാരതമാതരം ത്രിഗുണശോ വർണ്ണൈശ്ച കർമാന്തരൈഃ മത്യാജാതമതൈരഥാശ്രമപഥൈർ യോഗൈസ്ത്രിഭിശ്ചക്രമാൽ വർഗൈർഭിന്നിതഭൂതലാം മനുസുത പ്രത്യേക മോക്ഷപ്രദാം സ്വർവാണീയുത സംസ്കൃതിം ബഹുമുഖ പ്രജ്ഞാന സൂക്താന്വിതാം. ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം ചെറുതായിട്ട് പറയാം. ഭാരതമാതരം വന്ദേ, ഞാൻ ഭാരതമാതാവിനെ വന്ദിക്കുന്നു, ഭാരതമാതാവിനെ വന്ദിക്കുന്നു. ഈ ഭാരതമാതാവ് ഏതൊക്കെ തരത്തിലുള്ളതാണ്, അവിടെ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്,
അവിടെ അടങ്ങിയ ചില കാര്യങ്ങളെ മാത്രം ഉൾപ്പെടുന്ന ഒരു ശ്ലോകമാണ്. ഭാരതത്തിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ശ്ലോകമാണിത്. വർണ്ണയിശ്ച ത്രിഗുണശോ വർണ്ണയിശ്ച കർമാന്തരൈ. അതിൽ ഒരു കാര്യം, ത്രിഗുണശ കർമാന്തരൈ വർണ്ണയിശ്ച യുക്തം ഭാരതദേശ. ഭാരതം അതായത് ത്രിഗുണശ, ത്രിഗുണം, ഗുണങ്ങള്, 3 തരത്തിലുള്ള ഗുണങ്ങളോട് കൂടിയ, കർമാന്തരൈ ജാതം വർണ്ണം. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഭാഗമുണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞത് തന്നെയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ത്രിഗുണശ, ഈ 3 ഗുണങ്ങൾക്കനുസരിച്ച്, അതുപോലെ കർമാന്തരൈ, കർമ്മങ്ങളും കർമ്മ വ്യത്യാസങ്ങളും ആ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഉണ്ടായതായ വർണ്ണങ്ങൾ, വർണ്ണധർമ്മങ്ങൾ. നമ്മൾ എല്ലായ്പ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയങ്ങളാണ് ഈ വർണ്ണധർമ്മം എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെ 4 വർണ്ണങ്ങൾ പറഞ്ഞു. ഈ വർണ്ണങ്ങളൊക്കെ ഒരു പാരമ്പര്യ അടിസ്ഥാനത്തിലാണ് എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളൊന്നും അത് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞത് ഗുണകർമ്മ വിഭാഗശ എന്നാണ്. ഇപ്പൊ ഗുണങ്ങൾക്കനുസരിച്ചും അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചുമാണ് ഈ ചാതുർവർണ്ണ്യം എന്നുള്ളത് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഗുണങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ് ഗുണങ്ങൾ ഉണ്ടാകുക. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സാത്വികം, രാജസം, താമസം. ഇങ്ങനെ 3 തരത്തിലുള്ള ഗുണങ്ങളാണുള്ളത്. ഈ 3 ഗുണങ്ങൾക്ക്, ഓരോ ഗുണങ്ങൾക്കും ഓരോ സ്വഭാവങ്ങളാണ്. സാധാരണയായിട്ട് ഈ നിറങ്ങളെ പറയാറുണ്ട്. സത്വഗുണമാണെങ്കിൽ വെളുപ്പ് നിറമായിരിക്കും, രജോ ഗുണമാണെങ്കിൽ ചുവപ്പ് നിറമായിരിക്കും, തമോ ഗുണമാണെങ്കിൽ കറുപ്പ് നിറമായിരിക്കും എന്ന് സാമാന്യമായിട്ട് പറയാറുണ്ട്. ഈ സത്വഗുണം എന്ന് പറയുന്നത് ഉണ്ട് എന്നുള്ള അവസ്ഥയാണ്. ഉണ്മ, ഒരു ജീവൻ, സൃഷ്ടി എന്നൊക്കെ വരുന്ന വിഷയങ്ങളിൽ, അല്ലെ സൃഷ്ടി എന്ന് പറഞ്ഞുകൂടാ, സൃഷ്ടി രജോ ഗുണ പ്രകൃത അതിന്റെ ഗുണമാണെന്ന് പറയാറുണ്ട്. ഏതായാലും സത്വം എന്നാൽ ആ ജീവന്റെ നിലനിൽപ്പ്, അതാണ് ഉണ്മ, ഉള്ളതായ അവസ്ഥ. രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടികളെയൊക്കെ പറയാറുണ്ട്, സൃഷ്ടിക്കുക. തമോ ഗുണം എന്ന് സാമാന്യമായിട്ട് സംഹാരത്തെ പറയാറുണ്ട്. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങള് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് എന്ന് പറയാറുണ്ട്. അപ്പോ രജോ ഗുണമാണ് സൃഷ്ടി, സത്വഗുണമാണ് സംരക്ഷണം, തമോ ഗുണമാണ് സംഹാരം എന്ന് പറയും. ഇതില് പലപ്പോഴും പലരും സംശയിക്കാറുണ്ട്, സത്വഗുണമല്ലേ നല്ലത്, സത്വഗുണം മാത്രം മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ഈ 3 ഗുണങ്ങളും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നിലനിൽപ്പുണ്ടാവുക. ആ പ്രക്രിയകൾ ഉണ്ടാവണമെങ്കിൽ ഈ 3 ഗുണങ്ങൾ ഉണ്ടാവണം. സത്വഗുണം മാത്രമാണ് ഉള്ളതെങ്കിൽ അവിടെ സൃഷ്ടിയുമില്ല, സംഹാരവുമില്ല, ഒരേ തരത്തിൽ അങ്ങനെ നിലനിന്ന് പോവുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ ഇപ്പൊ നമ്മളിൽ തന്നെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. സത്വഗുണ പ്രകൃതികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും, രജോ ഗുണ സ്വഭാവം, തമോ ഗുണം, ഇതൊക്കെ ഉണ്ടാവും. അതിപ്പോ രജോ ഗുണം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, രജോ ഗുണം കുറച്ച് ഉത്സാഹികളായിരിക്കും, കുറച്ച് ഉത്സാഹമുള്ളവരായിരിക്കും. എപ്പോഴും പല പല കാര്യങ്ങൾ വേഗം വേഗം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള ഉത്സാഹം എന്നുള്ളത് ഈ രജോ ഗുണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ സത്വഗുണവും തമോ ഗുണവും, ഈ 2 ഗുണവും കണ്ടാൽ, അല്ലെങ്കിൽ ആ ഗുണങ്ങൾ ഉള്ളവരെ കണ്ടാൽ ഒരുപോലെ ആയിരിക്കും.
സാമാന്യമായിട്ട് ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല ഈ ആള് സത്വഗുണം ഉള്ള ആളാണോ തമോ ഗുണമുള്ള ആളാണോ എന്ന്. കാരണം രണ്ടും ഏകദേശം ഒരുപോലെയാണ്. രണ്ടിനും പക്ഷെ വ്യത്യാസമുണ്ട്. ഈ തമോ ഗുണം എന്നുള്ള സ്വഭാവമുള്ളവര് കുറച്ച് അലസന്മാരായിരിക്കും. അലസ സ്വഭാവമാണ് അവരുടെ പ്രത്യേകത. ഈ സത്വഗുണമുള്ള ആൾക്കാരെയും കണ്ടാൽ ഇതേപോലെ തന്നെ ഉണ്ടാവുക. അവരും പ്രവൃത്തികളൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യില്ല, ചെയ്തോളണമെന്നില്ല എന്നർത്ഥം. ഈ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ ചെയ്യേണ്ട ഒരവസ്ഥ വരുന്ന സമയത്ത് സത്വഗുണം ഉള്ളവരും രജോ ഗുണമുള്ളവരും തമോ ഗുണമുള്ളവരും എങ്ങനെ പ്രതികരിക്കും എന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ ഈ ഒരു സ്വഭാവത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ സത്വഗുണമുള്ളവർ ഒരു കർമ്മം എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വീഴുന്ന സമയത്ത് സത്വഗുണമുള്ള ഒരാള് എന്താണ് കരുതുക? ആ വീണയാളെ രക്ഷിക്കണം, അല്ലെങ്കിൽ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളത് സത്വഗുണക്കാരന്റെ മനസ്സിലുണ്ടാവും. ഒന്ന് അവിടെ സംശയിക്കും സത്വഗുണക്കാരൻ. കാരണം ആ ആളെ രക്ഷിക്കണം. ചിലപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് എന്നേക്കാൾ ഉത്സാഹമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ആളത് ചെയ്യട്ടെ. ചിലപ്പോ ആ ആൾക്ക് എന്നെക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ സത്വഗുണക്കാരൻ വളരെ പെട്ടെന്ന് ആ കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങില്ല. എന്നാൽ തമോ ഗുണക്കാരൻ അങ്ങനെയല്ല. തമോ ഗുണക്കാരൻ ചെയ്യണം എന്ന് ഉണ്ടാവില്ല. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമേ ചെയ്യാൻ പുറപ്പെടുള്ളൂ. ഒരു നിവൃത്തി ഇല്ലെങ്കിൽ. സത്വഗുണക്കാരൻ അങ്ങനെയല്ല, ചെയ്യണം എന്നുണ്ട്. ആ കാര്യം സമയത്ത് നടക്കണം എന്ന് ഉള്ള മനസ്സോടുകൂടി ആളായിരിക്കും സത്വഗുണക്കാരൻ. തമോ ഗുണക്കാരൻ അങ്ങനെയല്ല, എങ്ങനെയെങ്കിലും ഇത് ഒഴിഞ്ഞു പോകണം. ബാക്കിയുള്ളവരൊക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരായിരിക്കും തമോ ഗുണക്കാരൻ. രജോ ഗുണക്കാരൻ അങ്ങനെയല്ല. ഈ ഇങ്ങനൊരു പ്രവൃത്തിയുടെ വിഷയം വന്നാൽ ഉടനെ തന്നെ സംഗതി ചെയ്തിട്ടുണ്ടാവും, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യും. നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആൾക്കാരില് ഇപ്പോ പഠിക്കുന്ന ആൾക്കാരിലൊക്കെ നോക്കിയാൽ ഈ ഒരു വ്യത്യാസങ്ങൾ അവനവൻ തന്നെ സ്വയം വിലയിരുത്തിയാൽ മതി, വേറൊരാൾ പറയണ്ട. ഇപ്പൊ ചില വിഷയങ്ങളുടെയൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ മൂന്ന് തരക്കാരും പറയുന്ന വിധം പറയാം. ഇപ്പൊ സത്വഗുണക്കാരാണെങ്കിൽ അവർക്ക് ആ ഉത്തരം പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അവരതിന്റെ ഉത്തരം മനസ്സിൽ വിചാരിക്കും, വേറെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ, ഇല്ലെങ്കിൽ ഞാൻ പറയാം എന്ന് വിചാരിച്ച് ഒന്ന് പിന്നോട്ട് നിൽക്കും. രജോ ഗുണക്കാർ പെട്ടെന്ന് പറയും. തമോ ഗുണക്കാര് ചിലപ്പോൾ ഇത് അറിഞ്ഞോളണമെന്നില്ല, ഇതിന്റെ ഉത്തരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ പറഞ്ഞ പോലെയാ, നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം പറയും. അങ്ങനെയുള്ള പ്രകൃതക്കാരായിരിക്കും തമോ ഗുണക്കാർ. ഈ മൂന്ന് ഗുണവും ആവശ്യവുമാണ്. കാരണം സൃഷ്ടി സ്ഥിതി സംഹാരമാണ് ഇതിന്റെ വിഷയമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തന്നെ അറിയാം, സൃഷ്ടിക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. സൃഷ്ടിക്ക് മാത്രമാണ് നടക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അവസാനം ഈ കാലമില്ലാത്ത കാലം വന്നതുപോലെ ആവും. മുത്തശ്ശൻ മുതുക്കന്റെ മുത്തശ്ശൻ ഇരിക്കുന്നു, മുത്തശ്ശൻ അവനുള്ള മുത്തശ്ശൻ മരിച്ചില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ കാലമില്ലാത്ത കാലം, മുത്തശ്ശനുണ്ട്, 500 വയസ്സായ അപ്പൂപ്പന്മാര് എന്നൊക്കെ പറഞ്ഞ പോലെ കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞതുപോലെ ആവും അവസാന സ്ഥിതി. അപ്പോ സൃഷ്ടി മാത്രം ഉണ്ടായാൽ ബുദ്ധിമുട്ടാ. കാലമില്ലാത്ത ഒരു കാലം ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അവിടെ സംഹാരവും നടക്കണം. ഇപ്പൊ ചിലപ്പോഴ് നമുക്കൊക്കെ അറിയാം, ചില സ്ഥലത്ത് പല കാര്യങ്ങളും ഉണ്ടാവും. ആ കാര്യത്തിലൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളതായ പല സാധനങ്ങള് കുറെ ഉണ്ടാവും. നല്ല കാണുന്ന സമയത്തൊക്കെ നമ്മൾ വാങ്ങി വെക്കും, സൂക്ഷിച്ചു വെക്കും, ഇതൊക്കെ ചെയ്യും. ഈ സംഗതികളെ കൊണ്ട് അവസാനം നമുക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്ക് പലപ്പോഴും അതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ചിലർക്ക് ഓരോ പ്രകൃതാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് ഈ വാങ്ങിക്കൂട്ടിയതിനെ ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്ത് പ്രവർത്തിക്കണം? പക്ഷെ അതിങ്ങനെ കുന്നുകൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു രജോ ഗുണം പ്രവർത്തിച്ച് ഒരു തമോ ഗുണവും പ്രവർത്തിക്കണം. അവിടെ കുറച്ച് പഴകിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ ഒഴിവാക്കുക തന്നെ വേണം. അങ്ങനെ വരുന്ന സമയത്താണ്
അതാണ് അവിടെ സംഹാരം എന്നുള്ള ക്രിയ വരുന്നത്. അങ്ങനെ ഈ സത്വ, രജസ്, തമസ് ആയിരിക്കുന്ന ഈ മൂന്ന് ഗുണങ്ങളും ഒരേ അളവിലല്ലാതെ സമമായിട്ട് നിൽക്കുന്ന സമയത്ത് അത് ഒരു സ്ഥിതി ആയിട്ട് വരും. അതിൽ ഓരോ ഗുണങ്ങള് ഏത് ഗുണമാണോ മുന്നിട്ട് നിൽക്കുന്നത് അതിനനുസരിച്ചാണ് ഈ വർണ്ണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഈ 4 വർണ്ണങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ഈ ബ്രാഹ്മണൻ പൊതുവെ രജോ ഗുണവും തമോ ഗുണവും കൂടുതലുള്ളവരായിരിക്കും. അതിൽ തന്നെ തമോ ഗുണമല്ല, സത്വഗുണവും രജോ ഗുണവും മുന്നിട്ട് നിൽക്കും. അതിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുക സത്വഗുണമാണ്. തമോ ഗുണം വളരെ കുറവായിരിക്കും. അതിനേക്കാൾ കൂടുതൽ രജോ ഗുണം, ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത് സത്വഗുണമാണ്. അങ്ങനെയുള്ള വിഭാഗമാണ് ബ്രാഹ്മണര്. ഈ ബ്രാഹ്മണര് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരുടെ ചില ധർമ്മങ്ങളുണ്ട്. പഠിക്കുക, പഠിപ്പിക്കുക, അതുപോലെ വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ബ്രാഹ്മണരുടെ ധർമ്മമായിട്ട് വരുന്നത്. പിന്നെ ഈ ക്ഷത്രിയനാവുമ്പോൾ രജോ ഗുണം കൂടും, സത്വഗുണം ഉണ്ടാവും, രജോ ഗുണം മുന്നിട്ട് നിൽക്കും. എന്നാലേ കാര്യമുള്ളൂ. ഈ ക്ഷത്രിയന്മാർക്ക് പൊതുവെ രക്ഷിക്കുക അങ്ങനെയുള്ള വിഷയങ്ങളാണല്ലോ, രാജ്യപാലനം അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഈ രജോ ഗുണ പ്രകൃതമായിട്ടുള്ള എത്രയോ ഗുണങ്ങളെ നമുക്കറിയാം. നമ്മുടെ പരമ്പരയില് അല്ലെങ്കിൽ ആ ഭാരത ദേശത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും എല്ലാം മുന്നിട്ട് നിന്ന എത്രയെത്ര രാജാക്കന്മാര് ഉണ്ടായിരുന്നു. നമുക്കറിയാം എത്രയോ രജപുത്ര രാജാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല പല കാര്യങ്ങളും ചെയ്തത്. അവർക്കൊക്കെ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, അവനവന്റെ സഹോദരന്മാർ, അവനവന്റെ സഹോദരിമാർ, അതായത് ഭാരതത്തിന്റെ മക്കൾ എന്നർത്ഥം. ആ ഭാരതത്തിന്റെ മക്കളൊക്കെ ഒരേപോലെയാണ്. ആ ഭാരതത്തിന്റെ മക്കളെ എതിർക്കാൻ, വധിക്കാൻ, തോൽപ്പിക്കാൻ വരുന്ന ഏതൊരു ശക്തികളെയും അവരെതിർക്കും. അതിനുവേണ്ടി സ്വന്തം ജീവൻ കളയാൻ വരെ തയ്യാറായിട്ടുള്ള എത്രയോ രജപുത്ര രാജാക്കന്മാരെ നമുക്കറിയാം. ഛത്രപതി ശിവജി, അതൊക്കെ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട്, വളരെ സ്പഷ്ടമായിട്ട് അറിയുന്ന രാജാക്കന്മാരാണ്. അതുപോലെ തന്നെ ഈ സ്വന്തം ജീവൻ ഒരു തരത്തിലും പ്രാധാന്യം കൽപ്പിക്കാത്ത എത്രയോ രാജാക്കന്മാരുണ്ട്. ഒരു ചെറിയൊരു സംഭവത്തെ പറയാം. ഏത് രാജ്യം എന്നൊന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു രജപുത്ര രാജാവ്, അതായത് രാജ്യം ഓർമ്മയില്ല, ഹരിസിംഗ് നൾവ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. പലരും കേട്ടിട്ടുണ്ടാവാം. ഈ ഹരിസിംഗ് നൾവ ഇതേപോലെ ആയിരുന്നു. സ്വന്തം രാജ്യത്തെ ഉപദ്രവിക്കുന്ന എല്ലാ ശക്തികളെയും അടിച്ചമർത്താറുണ്ട്. ആ രാജ്യത്തിന് ഒരു തരത്തിലും ആക്രമണം ഉണ്ടാവില്ല. ഈ ഹരിസിംഗ് നൾവയെ എല്ലാവർക്കും പേടിയായിരുന്നു. ശത്രുക്കളുടെ മേലൊക്കെ ആഞ്ഞ് വീശി എല്ലാവരെയും തുരത്തി ഓടിക്കുകയും വധിക്കുകയും ചെയ്യും. അങ്ങനെ ഈ ഹരിസിംഗ് നൾവ കുറെ കാലം കഴിഞ്ഞപ്പോ പ്രായം ഏറെയായി. പിന്നെ യുദ്ധത്തിനൊന്നും പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ആ ഒരു സമയത്ത് ശത്രു രാജ്യക്കാര് ആക്രമിച്ചു. അപ്പോ സൈന്യങ്ങളൊക്കെ പോയി, സൈന്യാധിപൻ നേതൃത്വത്തിൽ സൈന്യങ്ങളൊക്കെ പോയി. അപ്പോ അവിടുന്ന് ശത്രുക്കൾ ആക്രമിച്ച് രാജ്യത്തിന്റെ അടുത്തേക്ക്, ഈ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് വന്നു തുടങ്ങി. ഇങ്ങനെ അടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായ സമയത്ത് ഈ രാജാവിനെ, ഹരിസിംഗ് നൾവയെ വിവരം അറിയിച്ചു ജനങ്ങള്. അപ്പൊ ഹരിസിംഗ് നൾവ പറഞ്ഞു, എഴുന്നേൽക്കാൻ തീരെ വയ്യ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പിടിച്ച് കൊണ്ട് ആ രാജ്യത്തിന്റെ മട്ടുപ്പാവിലേക്ക് എത്തിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി താങ്ങി പിടിച്ചുകൊണ്ട് ഈ ഹരിസിംഗ് നൾവയെ
ആ രാജ്യത്തിന്റെ മട്ടുപ്പാവിലിങ്ങനെ അവിടെ എത്തിച്ചു. അപ്പോ ദൂരെ നിൽക്കുന്ന ശത്രു സൈന്യങ്ങളെയൊക്കെ അദ്ദേഹത്തിന് കാണാം. ഈ ശത്രുക്കളും അതുപോലെ തന്നെ ഈ ഹരിസിംഗ് നൾവയെ കണ്ടു. കണ്ട സമയത്ത് ഹരിസിംഗ് നൾവ മരിച്ചിട്ടില്ല, ഇപ്പൊ നമ്മളോട് യുദ്ധത്തിന് വരും എന്ന് പറഞ്ഞിട്ട് ആ ശത്രുക്കളൊക്കെ പേടിച്ചോടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഓടി അവരെല്ലാരും പോയ സമയത്ത് പിന്നെ നോക്കുമ്പോൾ ഈ ഹരിസിംഗ് നൾവ മരിച്ചു കഴിഞ്ഞു. ഈ അവിടെ എത്തിക്കുമ്പോഴേക്കും തന്നെ ഹരിസിംഗ് നൾവയും മരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ചതായ ആ ഒരു കർമ്മത്തിന്റെ ശക്തി കൊണ്ട് ശത്രുക്കളൊക്കെ പേടിച്ചോടി എന്നാണ്. അപ്പൊ അങ്ങനെ സ്വന്തം ജീവൻ യാതൊരു വിലയും കൽപ്പിക്കാതെ മറ്റുള്ളവരെ ക്ഷുദ്രശക്തികളെ തുരത്താനുള്ള ആ ഒരു മാനസികമായ നിലപാടാണ് പഴയ കാലത്തുണ്ടായിരുന്ന രജപുത്ര രാജാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. അതുപോലെ ഒരു രജപുത്ര രാജാവിന്റെ എന്ന് പറഞ്ഞുകൂടാ, ഒരു രാജ്ഞിയുടെയാണ് ആ ഒരു സംഭവം കൂടി പറയാം. പലരും കേട്ടിട്ടുണ്ടാവാം. ഹാദി റാണി എന്ന് പറഞ്ഞ ഒരു റാണിയുടെ ഒരു കഥ. ഈ ഹാദി റാണിയുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് കൊണ്ടുപോയത് നല്ലൊരു വളരെ ശക്തനായിട്ടുള്ള ഒരു രജപുത്ര രാജാവാണ് ഈ ഹാദി റാണിയെ വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ വേറെ ഒരു രാജ്യത്തു നിന്നും ഒരു സന്ദേശം വരികയാണ്, ഞങ്ങളുടെ രാജ്യം അപകടത്തിലാണ്, അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങളെ ആക്രമിക്കും ശത്രുക്കള്, ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശം ഈ രാജാവിന് കിട്ടുകയാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ സാമാന്യമായിട്ട് സ്വന്തം വ്യക്തിത്വമോ അല്ലെങ്കിൽ ജീവിതമോ ഒന്നും നോക്കാറില്ല രജപുത്ര രാജാക്കന്മാര്. രക്ഷിക്കണം എന്ന് തന്നെ കണക്കാക്കിയിട്ട് അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി. അപ്പൊ യുദ്ധത്തിന് പോകാനുള്ള തയ്യാറെടുപ്പായി. ഈ പോകുന്ന സമയത്തൊക്കെ ഈ രാജാവിന് ചെറിയൊരു മടി, കാരണം അന്ന് വിവാഹം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇനിയിപ്പോ തിരിച്ചു വരുമോ എന്ന് അറിയേയില്ല. അങ്ങനെയാണല്ലോ, യുദ്ധത്തിന് പോവുമൊക്കെ അങ്ങനെയാണല്ലോ, തിരിച്ചു വരുമോ എന്നറിയില്ല, ഇനി കാണുമോ എന്നറിയില്ല. അപ്പൊ അങ്ങനെ ഒന്ന് സംശയിച്ചു, എന്ത് വേണം, കുറച്ച് മടിയോടുകൂടിയാണ് രാജാവ് ഇങ്ങനെ പോകുന്നത്. അപ്പോ ഈ രാജ്ഞിയോടൊക്കെ സമ്മതം വാങ്ങി, ഹാദി റാണിയോടൊക്കെ സമ്മതം വാങ്ങി. പിന്നെ റാണിക്ക് ഒരു വിഷമമില്ല, കാരണം പോണമെന്നാണ് റാണി പറഞ്ഞത്. ഈ ഹാദി റാണിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഈ രാജാവ് യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തെത്തി. കൊട്ടാരത്തിന്റെ മുറ്റത്തെത്തിയ സമയത്ത് അവിടുന്ന് ഒരു ദൂതനെ പറഞ്ഞു വെച്ചു. അതായത് ഈ യുദ്ധത്തിൽ എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഒരു സമ്മാനം റാണിയുടെ കയ്യിൽ നിന്നും എനിക്ക് വാങ്ങിക്കൊണ്ടു തരണം എന്ന് പറയാണ്. അങ്ങനെ ആ ദൂതൻ നേരെ ചെന്ന് ഹാദി റാണിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സമ്മാനം വേണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ രാജാവിന് പോവാൻ മടിയുണ്ട് എന്ന് ഹാദി റാണിക്ക് മനസ്സിലായി. ശരി, ഏതായാലും ആവശ്യപ്പെട്ടത് ഇനി ഈ യുദ്ധത്തിൽ നിന്നും ഒരു തരത്തിലും പിന്മാറാതെ പോയി യുദ്ധം ചെയ്ത് തിരിച്ചു വരാനുള്ള തരത്തിലുള്ള ഒരു സമ്മാനമാണല്ലോ വേണ്ടത്, എന്നാൽ അത് തന്നെ കൊടുക്കാം എന്ന് കരുതിയിട്ട് ഈ തോഴിമാരോട് പറഞ്ഞു, ഞാൻ തരുന്നതായ ഈ സമ്മാനം നേരെ രാജാവിന്റെ കയ്യിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരോട് പറഞ്ഞു, തോഴിമാരോട് പറഞ്ഞു, ഒരു വാള് കയ്യിലെടുത്തു. ആ വാള് കയ്യിലെടുത്തിട്ട് സ്വന്തം ശിരസ് അറുക്കാനുള്ള ഒരുക്കാണ്. ഈ ശിരസ് ഞാനിപ്പോ അറുക്കും, ഈ ശിരസ് കൊണ്ടുചെന്ന് രാജാവിന് കൊടുക്കണം, ഇത് മാത്രം. എന്നിട്ട് പറയുകയും വേണം, യുദ്ധത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറരുത് എന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹാദി റാണി തന്നെ സ്വന്തം കയ്യിലുള്ള വാള് കൊണ്ട് ശിരസ് വെട്ടി. ആ ശിരസ് തോഴിമാര് രാജാവിനെ കൊണ്ട് സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കർമ്മത്തിൽ നിന്നും ഒരു തരത്തിലും പിന്മാറരുത് എന്ന് റാണി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇത് കേട്ട സമയത്ത് പിന്നെ രാജാവിന് ആ കർമ്മത്തിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഈ പ്രതിബന്ധങ്ങൾ ഒന്നും ഉണ്ടാവരുത് എന്ന് ആ വാശിയോട് കൂടിയിട്ട്, ആ
നിശ്ചയദാർഢ്യത്തോടു കൂടി ആ രാജാവ് യുദ്ധത്തിന് പോയി. എവിടെയാണോ യുദ്ധം ചെയ്യേണ്ടത് അവര് വരുന്ന വഴിയുണ്ട്, ആ വഴിക്ക് വെച്ച് തന്നെ അവരെ തടഞ്ഞ് അവരെല്ലാം ഓടിച്ച് വിജയശ്രീലാളിതനായിട്ട് തിരിച്ചു വന്നു. ഇതാണ് കഥ. കഥയല്ല, ഇതൊരു നടന്ന സംഭവമാണ്. രജപുത്ര റാണിയായ ഹാദി റാണിയുടെ കഥയാണ്. ആരാണ് ഇതിൽ മോശക്കാരൻ? ആരും മോശക്കാരല്ല. എല്ലാവരും ഓരോ തരത്തില് അവനവന്റെ കർമ്മങ്ങള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഈ രാജാവ് ഒന്ന് മടിച്ചിട്ടുണ്ടെങ്കിൽ ആ രജപുത്ര ചരിത്രത്തിന് തന്നെ കളങ്കമാവും. അങ്ങനെ കളങ്കം വന്നിട്ടുണ്ടെങ്കിൽ ആ രാജാവിന്റെ പത്നിയായി ജീവിക്കേണ്ടി വരും. ഒരു കളങ്കം പറ്റിയ ഒരു രാജാവിന്റെ പത്നിയായിട്ട് വേണ്ടി വരും അവനവൻ ജീവിക്കേണ്ടി വരിക. അതൊരു തരത്തിലും അനുവദിച്ചു കൊടുത്തുകൂടാ. ആ രാജാവിന്റെ ജീവിതത്തിന് കളങ്കം പറ്റാത്ത രീതിയിൽ ഒരു സമ്മാനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മനസ്സിൽ കണക്കാക്കാൻ പറ്റിയ തരത്തിലുള്ള വനിതകളും ആ കാലത്തുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ബ്രാഹ്മണ വിഷയത്തിലൊക്കെ നമുക്കറിയാം. എല്ലാവരുടെയും ആഗ്രഹം എന്താ? മോക്ഷം കിട്ടുക. ഒരു ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായിട്ട് ഒരു മോക്ഷം കിട്ടുക എന്നൊക്കെ ഉള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശം. അപ്പൊ അവിടെ ബ്രാഹ്മണരാണെങ്കിൽ ജപം പഠിക്കുക, പഠിപ്പിക്കുക, വേദം ചൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്ത് ആ ജ്ഞാനം നേടിയിട്ട് അതിലൂടെ മോക്ഷപ്രാപ്തി കിട്ടും. ഇപ്പൊ ക്ഷത്രിയർക്ക് എന്താ? അവരുടെ കർമ്മമാണ് പ്രധാനം. ആ കർമ്മം വളരെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടും. കാരണം നമ്മൾക്കറിയാം, ഈ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ വീരസ്വർഗം കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വീരസ്വർഗം കിട്ടും. അപ്പൊ ഓരോ കർമ്മത്തിനും അതിൻ്റെതായ രീതിയിൽ ഉള്ള കർമ്മപഥത്തിലൂടെ നീങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരു അവസാനം, നല്ലൊരു അവസാനം ഉണ്ടാവും. ഈ ബ്രാഹ്മണന്മാര് എന്ന് പറഞ്ഞാൽ സത്വഗുണ പ്രധാനികളാണ്. ക്ഷത്രിയര് എന്ന് പറയുമ്പോൾ സത്വഗുണവും രജോ ഗുണവും ഉണ്ട്. അതിൽ രജോ ഗുണം മുന്നിട്ട് നിൽക്കും, തമോ ഗുണം ഉണ്ട്. എന്നാൽ വൈശ്യന്മാര് എന്ന് പറഞ്ഞാൽ സത്വഗുണവും തമോ ഗുണവും, സത്വഗുണം കുറച്ച് കുറയും. ഈ മൂന്ന് ഗുണങ്ങളും ഏതാണ്ട് ഇതായിട്ട് വരും. അതിൽ തന്നെ രജോ ഗുണവും തമോ ഗുണവും മുന്നിട്ട് നിൽക്കും. സത്വഗുണം കുറയും, രജോ ഗുണവും തമോ ഗുണവും കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന തരമായിരിക്കും ഈ വൈശ്യന്മാരെന്ന് പറഞ്ഞാൽ. ശൂദ്രന്മാരാകുമ്പോൾ ഈ തമോ ഗുണമാണ് കൂടുതലും നിൽക്കുക. അവരവരുടെ കർമ്മങ്ങൾ ചെയ്യും. പുതിയതായിട്ടുള്ള സൃഷ്ടികള് ഒന്നും ഉണ്ടാവില്ല. അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പുതിയതായിട്ട് ഒന്നിനെ അവര് ആശ്രയിക്കില്ല. അവനവന് എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് വളരെ കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു വിഭാഗമായിട്ട് ശൂദ്ര വിഭാഗത്തെ പറയാം. ഇതൊക്കെ കൊണ്ട് ഒരു സമുദായത്തിനെയാണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, ആ കർമ്മത്തിന്റെ പ്രധാനം തന്നെയാണ്. നമ്മളിലും തന്നെ, നമ്മളിപ്പം ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്നവരാണെങ്കിലും ഈ ചിന്താഗതി ഉള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. അപ്പോ ഈ ഗുണങ്ങളുടെ സ്ഥിതിയും ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരുടെ കർമ്മങ്ങളും എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നമ്മൾ ഇപ്പോഴും ഏത് തരത്തിലാണ് എന്ന് ചിന്തിച്ചാൽ നമ്മൾ ഏത് വിഭാഗത്തിലാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതൊന്നും ഒരു മോശമായിട്ട് കരുതുകയും വേണ്ട. ഇന്നത് മോശമാണ്, ഇന്നത് നല്ലതാണ്, അങ്ങനെയൊന്നും പറയാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഈ ത്രിഗുണശ വർണ്ണയിച്ച കർമാന്തരങ്ങൾ, പലതരത്തിലുള്ള കർമ്മങ്ങൾ, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ, പലതരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടാവും. ആ കർമ്മങ്ങളെ കൊണ്ടും അതുപോലെ ഈ ഗുണങ്ങളെ കൊണ്ടും, ത്രിഗുണങ്ങളായിരിക്കുന്ന ഈ ഗുണങ്ങളെ കൊണ്ടും വേർപെട്ടു നിൽക്കുന്ന ഈ വർണ്ണവ്യവസ്ഥ, ആ വർണ്ണവ്യവസ്ഥയോട് കൂടിയതും ആണ് നമ്മുടെ ഭാരതദേശം. പിന്നെ എന്താണ്? മത്യാജാതമതൈ. അവിടെ മത്യാജാതമതൈ, മതങ്ങളുണ്ട്. ഈ മതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഹിന്ദുമതം, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങള്,
ഇതാണോ മതം എന്ന് ചോദിച്ചാൽ അല്ല. അത് ഒരു മതത്തിന്റെ ഒരു ഇത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല ഈ മതങ്ങൾ വന്നത്. മത്യാജാതമതയേ, മതി കൊണ്ട് ഉണ്ടായ മതങ്ങളാണ്. മതി കൊണ്ടാണ് മതങ്ങൾ ഉണ്ടായത്. ഈ മതം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. മതി കൊണ്ട് ഉണ്ടാവുന്നതാണ് മതങ്ങൾ. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലെങ്കിൽ ചിന്താഗതികൾ. അവനവന്റെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടാണ് മതങ്ങൾ ഉണ്ടായത്. അതായത് ഒരു വിഷയത്തെ സമീപിക്കുക, പൊതുവായിട്ട് പറയുമ്പോൾ എല്ലാവർക്കും ലക്ഷ്യമായിട്ട് ഈശ്വര സാക്ഷാത്കാരം അങ്ങനെയുള്ള വിഷയങ്ങളാണ് വരിക. ആ ഒരു സാക്ഷാത്കാരത്തിന് എൻ്റെ ബുദ്ധിയിൽ തോന്നുന്നതായ ഒരു ചിന്താ പദ്ധതി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ പദ്ധതി പോലെ വേറെയും കുറെ ആൾക്കാർ, ഞങ്ങൾ കുറച്ചു പേർക്ക് ഒരേ ചിന്താഗതിയിലൂടെ ആ ദൈവ സാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം അതിന് താല്പര്യമുണ്ട്. ആ രീതിയിലാണ് ഞങ്ങൾ നീങ്ങുന്നത് എന്ന് പറയുമ്പോൾ ആ ബുദ്ധി കൊണ്ട് അവർക്കൊക്കെ ഒരേ മതം ആണ്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം. ആ ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ഒരു തരത്തിലാണ്. ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പല വഴികൾ ഉണ്ടാവാം. അതിൽ ഞാൻ ഇന്നേ വഴിക്കാണ് പോകുന്നത്, നമുക്ക് ഈ വഴിക്ക് പോവാം. അപ്പൊ ചിലർ പറയും ഇതല്ല, അപ്പുറത്തൂടി പോയാൽ പോരെ, അതിലൂടെയാ പോകുന്നതെങ്കിൽ കുറച്ചുകൂടി ദൂരം കുറയും, അപ്പൊ ആ വഴിക്ക് പോവാം. അപ്പോ ഇപ്പുറത്തുള്ള ആൾക്കാർ പറയും എന്താണ്, ഇതാണ് വളരെ വിശാലമായ വഴി, ഇവിടെ പിന്നെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ റോഡിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പറയും ഷോർട്ട് കട്ട് ഉണ്ട്, ഇതിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലെ പോവാം. ചിലർ അതാ ഇഷ്ടപ്പെടുക. അപ്പൊ ചില ആൾക്കാർ എന്താ പറയാ, പിന്നെ കുറച്ച് ദൂരം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല വഴി കൂടി ആവാൻ പോവുക, ദൂരം കുറച്ച് കൂടിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ അത് വേറൊരു മതം. കുറച്ച് ദൂരം കൊണ്ട് അവിടെ എത്തണം എന്ന് പറയുന്നത് വേറൊരു മതം. അങ്ങനെയുള്ള ഇതൊക്കെ ഓരോരുത്തർക്കും അതാ സമയത്ത് തോന്നുന്ന ബുദ്ധിയുടെ ഇതുകൊണ്ടാണ്. ഇപ്പോ ഒരു പ്രാവശ്യം ഈ ഷോർട്ട് കട്ടിലൂടെ പോയ ഒരാൾക്ക് തോന്നും വേണ്ടായിരുന്നു, കാരണം ആ റോഡ് കുറച്ച് ദുർഘടമാണ്, കുറച്ച് ദൂരം കൂടിയാലും കുഴപ്പമില്ല, ഇനി അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് ഞാൻ മറ്റേ വഴിക്ക് തന്നെ പോകും എന്ന് ഇതേ ആൾക്കാർ തന്നെ അവനവന്റെ മതി കൊണ്ട് വേറൊരു മതം ഉണ്ടാക്കും, ആ മതത്തിലേക്ക് കൂടും. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധി കൊണ്ട് ഉണ്ടായതായ മതങ്ങൾ, അങ്ങനെ ജാത്യാജാത മതയീ, ജാതി കൊണ്ട് ഉണ്ടായതായിരിക്കുന്ന അല്ല മത്യാജാത മതയീ, മതി കൊണ്ട് ഉണ്ടായിരിക്കുന്നതായ ഈ മതങ്ങൾ, അങ്ങനെയുള്ള മതങ്ങളോട് കൂടിയതാണ് നമ്മുടെ ഭാരത ദേശവും ഭാരത സംസ്കാരവും. അതുപോലെയോ ആശ്രമപഥൈ, ആശ്രമങ്ങൾ എന്ന് പറയുമ്പോൾ 4 ആശ്രമങ്ങളാണുള്ളത്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെയുള്ള 4 ആശ്രമധർമ്മങ്ങൾ നമുക്കുണ്ട്. ഈ ആശ്രമധർമ്മങ്ങളൊക്കെ എല്ലാ ധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളൊക്കെ ഒരു ഉദ്ദേശത്ത് തന്നെയാണ്. ആ ഉദ്ദേശങ്ങളൊക്കെ ഒന്നുകിൽ മോക്ഷപ്രാപ്തി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഈശ്വര സാക്ഷാത്കാരമായിരിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഈ 4 ആശ്രമ വ്യവസ്ഥകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ ആശ്രമം പൊതുവെ പഠനം ആണ്. ബ്രഹ്മചര്യത്തിന്റെ ബ്രഹ്മത്തിലേക്ക് ചരിക്കുക, അതാണ് ബ്രഹ്മചര്യം. ബ്രഹ്മത്തിലേക്ക് ചരിക്കാനുള്ള ആ ആശ്രമ വ്യവസ്ഥയാണ് ബ്രഹ്മചര്യാശ്രമം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ബ്രഹ്മത്തിലേക്ക് ചരിക്കണമെങ്കിൽ ആ ചരിക്കുന്ന സമയത്ത് ചരിക്കാനുള്ള വഴിയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ പഠനമാണ്, പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഈ ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്നും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ള ആശ്രമങ്ങളിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ചില ആൾക്കാർക്ക് കുറെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നത്തെ ആശ്രമങ്ങൾ പറഞ്ഞല്ലോ, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം,
ആ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകണം എന്ന് ചില ആൾക്കാർക്ക് ഉണ്ടാവും. ചിലർക്ക് അത് വേണ്ട, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകണ്ട എന്നുള്ളവരും ഉണ്ടാവാം. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ് കുറേ പഠിച്ചാവുന്ന സമയത്താണ് ചിലർക്ക് മനസ്സിലാവും ഈ ഗൃഹസ്ഥാശ്രമം ഒക്കെ വെറുതെയാണ്. അതിനേക്കാൾ നല്ലത് സാക്ഷാൽ നേരിട്ട് തന്നെ ആ ബ്രഹ്മത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് കുറച്ചുകൂടി നന്നാവുക. അപ്പൊ ആ ആൾക്കാര് ചിലപ്പോഴ് ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്നും നേരിട്ട് സന്യാസത്തിലേക്ക് പോവും. അങ്ങനെ സന്യാസം സ്വീകരിച്ച് അവര് ആ സന്യാസ വൃത്തിയിലൂടെ മോക്ഷപ്രാപ്തി നേടും. അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. പിന്നെ ചില ആൾക്കാർ അങ്ങനെയല്ല, ഓരോ ആശ്രമധർമ്മങ്ങളെയും മനസ്സിലാക്കിയിട്ട് തന്നെ വേണം പോവുക എന്നുള്ള കണക്കിന് ബ്രഹ്മചര്യ ആ പഠന വിഷയങ്ങൾ കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കും. ഗൃഹസ്ഥാശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിവാഹം ഒക്കെ കഴിച്ച് ഉള്ള ജീവിതം. അപ്പൊ നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാവും ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ വളരെ സുഖമായിട്ടുള്ളൊരവസ്ഥയാണ് എന്ന് പലരും ചിന്തിക്കും. എന്നാൽ ഒരു തരത്തിലും ഗൃഹസ്ഥാശ്രമം സുഖമല്ല എന്ന് പറഞ്ഞാൽ ദുഷ്കരമാണെന്നാണ് പറഞ്ഞത്. ദുഷ്കരമാണ്. കാരണം ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ടതായ പല കർമ്മങ്ങളും ഉണ്ട്. ആ കർമ്മങ്ങളിൽ ശരിക്കും ഒരു ഗൃഹസ്ഥാശ്രമി എന്ന് പറഞ്ഞാൽ സ്വന്തം ഗൃഹത്തിൽ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ വേണ്ടതുപോലെ ചെയ്യണം. ആ ചെയ്യാൻ സാധിക്കണം. അതിനു പുറമെ ബ്രഹ്മചര്യാശ്രമത്തിലും അതുപോലെ സന്യാസം, വാനപ്രസ്ഥം ഈ ആശ്രമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ആ ആശ്രമത്തിലേക്ക് തിരിഞ്ഞ ആൾക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മമായിട്ട് പറയാം. കാരണം ബ്രഹ്മചര്യ ആശ്രമത്തിലുള്ള ഒരാൾക്ക് പണം ഉണ്ടാവില്ല. അവർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ ഗൃഹസ്ഥൻ കൊടുക്കേണ്ടി വരും. വാനപ്രസ്ഥാശ്രമം സന്യാസികൾക്ക് പിന്നെ ഒന്നും ആവശ്യമില്ല, എന്നാലും അവർക്ക് വേണ്ട സംരക്ഷണം ഒക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പിന്നെ എന്താ പശുക്കളുടെ ഇതിലൊക്കെ പറയാറുണ്ട്, പിന്നെ ആ പാല് ഏതൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണം എന്ന് പറയാറുണ്ട്. അത് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. ഏതായാലും പശുവിന്റെ കുട്ടിക്ക് വേണ്ടത് കൊടുക്കണം. അതിനെ 4 തിരിച്ചു എന്നാണ്. 4 അതില് ഒന്ന് പശുവിന്റെ കുട്ടിക്ക് കൊടുക്കാനുള്ളത്, പിന്നെ യാഗങ്ങള്, ഹോമങ്ങള് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മാറ്റിവെച്ചതിന് ശേഷം ഒരു ഭാഗം മാത്രമേ അവനവൻ ഉപയോഗിക്കാവുള്ളൂ എന്നാണ് പറയാ. അത് ശരിക്കും ഗൃഹസ്ഥാശ്രമിയുടെ കർമ്മത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതേപോലെ വേണം അവനവൻ സമ്പാദിക്കുന്ന ഏതൊരു ധനവും ഇങ്ങനെയുള്ള ധർമ്മ വിഷയങ്ങൾക്ക് മാറ്റിവെച്ച് അതിൻ്റെ 4-1 മാത്രമാണ് അവനവൻ ഉപയോഗിക്കേണ്ടതെന്ന്. അങ്ങനെ ആ 4-1 കൊണ്ട് വേണം സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനും ഒക്കെ. അങ്ങനെ നമുക്ക് എത്ര പേർക്ക് ജീവിക്കാൻ സാധിക്കും? അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? അതൊക്കെ ആലോചിക്കാം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഗൃഹസ്ഥാശ്രമം എന്നുള്ളത് അത്ര സുഖകരം അല്ല. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. മറ്റുള്ള ഈ പിന്നെ ഭർത്താവ് ഭാര്യ തമ്മിലുള്ള വിഷയങ്ങളോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ വളരെയധികം വരുന്നുണ്ട്. ആ കർമ്മങ്ങളുടെ ആധിക്യം ഉള്ളത് കൊണ്ട് അത് അത്ര എളുപ്പമല്ല. അത് പാലിച്ചു കൊണ്ടുപോവാൻ അവനവന് ആരോഗ്യമുള്ള കാലത്തൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് ആ ഗൃഹസ്ഥാശ്രമത്തിൽ എത്തിയിട്ട് കുറച്ചങ്ങനെ കഴിയുന്ന സമയത്താണ് ഇനി ഗൃഹസ്ഥാശ്രമം വയ്യ എന്ന് തോന്നും. ഇനി ഇതുപോലെ ആവില്ല എനിക്ക്, ഇനി എൻ്റെ ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വാനപ്രസ്ഥം എന്നുള്ള ആശ്രമം. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ സന്യാസമല്ല, സ്വന്തം ഗൃഹത്തിൽ ജീവിക്കാം, അതിന് വിഷമില്ല. പക്ഷേ ഈ പിന്നെ നാളികേരത്തിന്റെ ഉള്ളില് വെള്ളം നിൽക്കുന്ന പോലെയാണെന്നാണ് പറയുക. വെള്ളം നിൽക്കുമ്പോൾ ആ വെള്ളത്തിനോട് ഈ നാളികേരം കൂടിക്കലരില്ല, നേരെ തിരിച്ചുമില്ല. അങ്ങനെ ഒരവസ്ഥയാണല്ലോ വരിക. ആ വെള്ളം ഒരിക്കലും ഇതിനോട് യോജിക്കുന്നില്ല, തിരിച്ചങ്ങോട്ടും യോജിക്കുന്നില്ല. അതുപോലെ വേറിട്ട് നിൽക്കണം.
ഗൃഹസ്ഥാശ്രമത്തില് നിന്നും കൊണ്ട് ഗൃഹത്തിൽ നിന്നും കൊണ്ട് തന്നെയാണെങ്കിലും ആ ആശ്രമത്തില് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിലൊന്നും വ്യാപൃതനാവാതെ ആ അവനവൻ ചെയ്യേണ്ട കർമ്മത്തില് മാത്രം എന്താണോ അവനവന്റെ അടുത്ത ഉദ്ദേശം ആ ഉദ്ദേശത്തിലേക്ക് മാത്രം നോക്കിയും കൊണ്ട് അതിലേക്ക് എത്താനുള്ള വഴികളിലേക്ക് മാത്രം അതിനുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുക. വാനപ്രസ്ഥവും ഈ പറഞ്ഞതുപോലെയാണ്. സ്വന്തം ദിക്കില് നിൽക്കുന്ന സമയത്ത് വാനപ്രസ്ഥം വളരെ വിഷമം തന്നെയായിരിക്കും. സ്വന്തം സ്ഥലത്ത് തന്നെ നിന്നിട്ട് ഒരു തരത്തിലും അവരോട് ബന്ധമില്ലാതെ ആ ഈശ്വരനെ തന്നെ മനസ്സിൽ വിചാരിച്ച് കഴിയുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ശരിക്കും സന്യാസം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണെന്നാണ്. അപ്പൊ നമുക്കൊക്കെ ഒരു ധാരണ സന്യാസമായിരിക്കും ഏറ്റവും വിഷമം എന്നല്ലേ. സന്യാസം എന്ന് പറഞ്ഞാൽ എത്ര കഠിനമാണ് എന്നൊക്കെയല്ലേ വിചാരിക്കുക. പക്ഷേ ഈ ഒരു മറ്റുള്ള ആശ്രമങ്ങളെ അതിൻ്റെതായ ഗൗരവത്തോടുകൂടിയും അതിൻ്റെതായ വിധത്തിലും അനുഷ്ഠിക്കുമ്പോൾ മനസ്സിലാവും സന്യാസം തന്നെയാണ് എളുപ്പം. കാരണം ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട, ആ പരബ്രഹ്മത്തിനെ പറ്റി ആ ഈശ്വരനെ പറ്റി മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയുള്ള വളരെ വ്യക്തമായിട്ട് ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി എല്ലാം മറന്ന് എല്ലാം ഉപേക്ഷിച്ച് സമ്യക് ന്യാസം ചെയ്തുകൊണ്ട് ഉള്ള ആ ഒരു രീതി, അതാണ് സന്യാസം എന്ന് പറയുന്നതായ ആശ്രമം. ഈ ആശ്രമം അതാണ് മത്യാജാതമതൈരഥാശ്രമപഥൈ. ഈ ആശ്രമത്തിന്റെ വഴി എന്ന് പറഞ്ഞത് ഇതാണ്. 4 ആശ്രമങ്ങള്. ഈ ആശ്രമങ്ങള് ആകുന്ന ഈ 4 ആശ്രമങ്ങളാകുന്ന ഈ വഴിയോടുകൂടി ആ ഈശ്വര സാക്ഷാത്കാരം കിട്ടാനുള്ള മാർഗങ്ങളുള്ള ദേശമാണ് നമ്മുടെ ഭാരതം. അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ ആശ്രമപഥൈർ യോഗൈസ്ത്രിഭിശ്ചക്രമാൽ, പിന്നെ യോഗൈ ത്രിഭിശ്ചക്രമാൽ, ത്രിഭി യോഗൈ 3 തരം യോഗങ്ങൾ പിന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങളാണ് ശരിക്കും. ത്രിഭി യോഗൈ 3 യോഗങ്ങൾ. മറ്റു പല യോഗങ്ങളും ഉണ്ട്. ഞാനിപ്പോ ഇവിടെ പറയുന്നത് 3 യോഗങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മം, ഭക്തി, ജ്ഞാനം, ഇങ്ങനെയുള്ള 3 മാർഗങ്ങൾ. ആ യോഗങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഇങ്ങനെയുള്ള 3 യോഗങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഈ കർമ്മയോഗം എന്ന് പറയുമ്പോൾ കർമ്മത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള പദ്ധതികളാണ്. അവിടെ കർമ്മങ്ങൾ വളരെ നന്നായിട്ട് അനുഷ്ഠിക്കണം. ആ കർമ്മത്തിലൊന്നും സ്വന്തം എന്നുള്ള സ്വാർത്ഥത ഇല്ലാത്ത തരത്തിലുള്ള കർമ്മങ്ങളായിരിക്കണം. ആ കർമ്മത്തില് ലോപം വരാതെ അതിൻ്റെതായ നിഷ്ഠയോടുകൂടി നമുക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പോ അതിനേക്കാൾ ചിലപ്പോൾ എളുപ്പമായിരിക്കും ഭക്തിയോഗം എന്ന് പറയുന്നത്. ഭക്തിയോഗത്തിൽ പിന്നെ വേറൊന്നും കർമ്മത്തിനേക്കാൾ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഈ കർമ്മത്തിൽ കുറച്ചൊക്കെ ലോപം വന്നാലും അതൊക്കെ ഭക്തിയിൽ തീരും എന്നാണ് പറയുക. അതൊക്കെ ആ ഭക്തിയുടെ ശക്തി കൊണ്ട് ആ കർമ്മത്തിലുള്ള ലോപം ഒക്കെ അവിടെ അടയ്ക്കപ്പെടും. എന്തെങ്കിലും ഒരു പഴുത് ഉണ്ടെങ്കിൽ, ഒരു ലോപം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഭക്തി എന്ന് പറയുന്ന ആ ശക്തി കൊണ്ട് അതൊക്കെ ഇല്ലാതാവും. അങ്ങനെയുള്ളതായ ഭക്തിയോഗം. പിന്നെ നന്നായിട്ട് പഠിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പഠിച്ച് ധാരാളം അറിവുകളൊക്കെ നേടി ആ അറിവുകളിലൂടെ ഈശ്വരനെ മനസ്സിലാക്കി അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം പ്രാപിക്കുന്ന മറ്റൊരു രീതി, അതാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ത്രിഭി യോഗൈ 3 തരം യോഗങ്ങളെ കൊണ്ടും കൂടിയതാണ് നമ്മുടെ ഭാരത സംസ്കാരം. പിന്നെ വർഗൈർ ഭിന്നിത ഭൂതലാം. ഈ ഭൂതലം എന്ന് പറയുന്നത് ഭൂതലം എന്ന് പറയുന്നത് ഈ മാതാവ് ഭാരത മാതാവ് എന്ന് പറയുന്ന ഈ ഭൂതലം വർഗൈർ ഭിന്നിതമാണ്.
പലതരം വർഗങ്ങളെ കൊണ്ട് ഭിന്നിക്കപ്പെട്ടിട്ടുണ്ട്. വർഗങ്ങൾ എന്ന് പറഞ്ഞാല് ഈ മനുഷ്യവർഗം, ജന്തുവർഗം, അങ്ങനെയുള്ള കുറേ വർഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാവും അല്ലെ? ഇങ്ങനെ കുറേ വർഗങ്ങള് ഈ ഭൂമിയിലുണ്ട്. അതിൽ തന്നെ മനുസുത പ്രത്യേക മോക്ഷപ്രദാം, മനുസുത പ്രത്യേക മോക്ഷപ്രദാം, മനുസുതന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകം മോക്ഷപ്രദാം. മനുസുതന്മാര് എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. ഈ മനുഷ്യർക്ക് പ്രത്യേകമായിട്ട് മോക്ഷപ്രദം, മോക്ഷത്തെ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു ജീവിത വൃത്തികള് ഒക്കെ അടങ്ങിയതാണ് ഭാരത സംസ്കാരം. അതായത് നമ്മളിപ്പോ ഇതിൽ പറയാറുണ്ട്, മറ്റുള്ള പല ജീവികൾക്കും മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ഇതിനു മുമ്പത്തെ ചില ക്ലാസ്സുകളിലൊക്കെ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഏതായാലും ആ വിഷയത്തെ ഞാൻ പറയുന്നില്ല. ആഹാര, നിദ്ര, ഭയം, മൈഥുനഞ്ച, അങ്ങനെ കുറെ വിഷയങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനും ഒക്കെയുണ്ട്. അതിൽ തന്നെ വേണ്ടതുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഈശ്വരനോട് അടുക്കാനും ഈശ്വരനെ മനസ്സിലാക്കാനും ആ രീതിയിൽ ഈശ്വരനെ ഇനി ചേരാനും ഈശ്വരനിൽ എത്താനുമുള്ള വഴികള് മനുഷ്യന് മാത്രമാണ് ഉള്ളത് എന്ന് പറയാൻ. അതാണ് മനുസുത പ്രത്യേക മോക്ഷപ്രദാം. ആ മനുഷ്യന് പ്രത്യേകമായിട്ട് മോക്ഷത്തെ ഉണ്ടാവാനുള്ള വഴികളോട് കൂടിയ സംസ്കാരം, അങ്ങനെയുള്ള വഴികളൊക്കെ എഴുതപ്പെട്ടതായ ഒരു സംസ്കാരത്തോട് കൂടിയതാണ് നമ്മുടെ പല ഗ്രന്ഥങ്ങളും. ഇതൊക്കെ എവിടെയാണുള്ളത്? സ്വർവാണീയുത സംസ്കൃതി. ഇതൊക്കെ സ്വർവാണീയുത സംസ്കൃതിയായിട്ടാണ് ഉള്ളത്. സ്വർവാണി എന്ന് പറഞ്ഞാൽ, സ്വർവാണി, വാണി എന്ന് പറഞ്ഞ വാക്കാണ്. സ്വർവാണി, ദേവവാണി എന്നൊക്കെ പറഞ്ഞാൽ സംസ്കൃത ഭാഷയെ പറ്റിയാ പറയാം. ദേവവാണി, സുരവാണി, ഗീർവാണി, ഗീർവാണം എന്നൊക്കെ പറഞ്ഞാൽ സംസ്കൃത ഭാഷയാണ്. ആ സംസ്കൃത ഭാഷയില് ഈ സംസ്കൃതികളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം ആദി കാവ്യമായിരിക്കുന്ന രാമായണം, ആ രാമായണത്തിന് ശേഷം എത്രയോ കാവ്യങ്ങള്, എത്രയോ ഗ്രന്ഥങ്ങള് ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതായിരിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ സന്ദേശങ്ങൾ ഉണ്ട്. ആ സന്ദേശങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത് സംസ്കൃത ഭാഷയിൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സംസ്കൃതം പഠിക്കേണ്ടതുണ്ട്. ഇല്ലാതെ ഒന്നും പൂർണ്ണമാവാൻ സാധ്യതയില്ല. എപ്പോഴും അവസാനത്തെ ഒരു വാക്ക് എന്നുള്ള നിലയ്ക്ക് സംസ്കൃതത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മുഴുവനായിട്ടും മനസ്സിലാക്കാൻ മറ്റുള്ള പദ്ധതികളെ കൊണ്ട് മനസ്സിലാവില്ല. കാരണം ഇപ്പോഴും പല ഗ്രന്ഥങ്ങളും കാവ്യങ്ങളും ഒക്കെ മലയാളത്തിലും ഒക്കെ ഇംഗ്ലീഷിലും ഒക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സംസ്കൃതത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിൽ ചിലപ്പോഴും ചില വ്യത്യാസങ്ങളൊക്കെ വരാം, വന്നുകൂടായികയില്ല. അത് തന്നെ നമുക്ക് സംസ്കൃതത്തിലൂടെ സംസ്കൃതം മനസ്സിലാക്കിയിട്ട് ആ അറിവ് വെച്ചുകൊണ്ട് ആ ഗ്രന്ഥത്തെ പഠിക്കുന്ന സമയത്ത് ആ അറിവ് നമുക്ക് ലഭിക്കും. അങ്ങനെയൊക്കെ ഉള്ള ആ സംസ്കൃതത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനുള്ള വ്യവസ്ഥകൾ കൂടി നമ്മുടെ ഈ പദ്ധതിയിൽ വരാൻ പറ്റുമോ എന്ന് ശ്രമിക്കട്ടെ. അങ്ങനെ സ്വർവാണീയുത സംസ്കൃതിം ബഹുമുഖ പ്രജ്ഞാന സൂക്താൻവിതാം. ഈ സ്വർവാണീയുത സംസ്കൃതിയില്, അതോ ദേവവാണിയില്, സംസ്കൃത ഭാഷയില് അടങ്ങിയതായിരിക്കുന്ന ഈ സംസ്കാരത്തെ, സംസ്കൃതി എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നാണ്, സംസ്കൃതം എന്നല്ല. സംസ്കൃതത്തില് എഴുതപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. സംസ്കൃതി എന്ന് പറഞ്ഞാൽ സംസ്കാരമാണ്. ആ സംസ്കൃതിയോട് കൂടിയതിനെ ബഹുമുഖ പ്രജ്ഞാന സൂക്താൻവിതാം. ബഹുമുഖം എന്ന് പറഞ്ഞാൽ പല മുഖങ്ങളിൽ നിന്ന് എന്നാവാം, പല തരത്തിലുള്ള എന്നും ആവാം. അങ്ങനെ പലതരത്തിലുള്ള ജ്ഞാനം, പ്രകർഷേണ ഉള്ള ജ്ഞാനമാണ് പ്രജ്ഞാനം. ആ പ്രജ്ഞാനം
പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള പ്രകർഷമായിരിക്കുന്ന ആ ജ്ഞാനം ഉള്ളതായ സൂക്താന്വിതാം, സൂക്തത്തോട് അന്വിതം, സൂക്തത്തോട് കൂടിയതും ആയിരിക്കുന്ന ആ ഭാരത സംസ്കാരത്തെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ ശ്ലോകം നോടി ചെല്ലാം. വന്ദേ ഭാരതമാതരം ത്രിഗുണശോ വർണ്ണൈശ്ച കർമാന്തരൈ മത്യാജാതമതൈരഥാശ്രമപഥൈര്യോഗൈസ്ത്രിഭിശ്ചക്രമാൽ വർഗൈർഭിന്നിതഭൂതലാം മനുസുത പ്രത്യേകമോക്ഷപ്രദാം സർവാണീയുത സംസ്കൃതിം ബഹുമുഖ പ്രജ്ഞാന സൂക്താന്വിതാം. അപ്പോ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു സംശയം ഉണ്ടാവും. കാരണം ഇതിപ്പോഴും ഈ ഒരു സംസ്കൃത ശ്ലോകം അർത്ഥം ഇങ്ങനെ പറഞ്ഞു തന്നത് കൊണ്ടാണല്ലോ മനസ്സിലായത്. ഇല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. സംസ്കൃതം എന്ന് പറഞ്ഞാൽ വളരെയധികം കടുപ്പമുള്ളതാണ്, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് എന്നൊക്കെ പലരുടെയും മനസ്സിലൊരു ധാരണ ഉണ്ടാവും. ഈ സംസ്കൃതത്തിന് 2 തരം ഭാഷയുമുണ്ട്. ലളിതമായ ഭാഷയുമുണ്ട്, കഠിനമായ ഭാഷയും സംസ്കൃതത്തിനുണ്ട്. ഒരു ചെറിയൊരു സംസ്കൃത പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങിയത് കൊണ്ട് അവിടുന്ന് കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ചെറിയ ഉദാഹരണം. ആ ഉദാഹരണത്തിന്റെ അർത്ഥം ആദ്യം ഞാൻ കഠിനമായിട്ടുള്ള സംസ്കൃതത്തിൽ പറയാം. ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരുന്നില്ല. ആദ്യം കഠിനമായിട്ടുള്ള സംസ്കൃതത്തിലുള്ള ആ ഒരു പദം പറയാം. അതിൻ്റെ തന്നെ സംസ്കൃതം ലളിതമായിട്ടുള്ളതും പറയാം. നമുക്ക് നോക്കാം. ഇപ്പോ കഠിനമായിട്ടുള്ളത് വരുമ്പോ ഒരു പറയാം, എല്ലാത്തിനും ഉണ്ട് എന്നല്ല. ഡിംബ കീലാലം അശ്നാദി. ഡിംബ എന്നാണ് വിസർഗമുണ്ട്. ഡിംബ കീലാലം അശ്നാദി എന്ന് ഒരു പദം. ഈ പദത്തിന്റെ അർത്ഥം സംസ്കൃതം അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അത് അറിയണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ മലയാളം ഞാൻ പറയാം. മലയാളമല്ല, സംസ്കൃതം തന്നെ ലളിതമായിട്ടുള്ള രീതിയിൽ ഒന്ന് പറയാം. ബാലഹ ജലം പിബതി. ബാലഹ ജലം പിബതി. അതിനെ ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ ഒന്ന് ലളിതമാക്കാം. ബാലഹ ജലം പാനം കരോതി. ഞാനിപ്പം മലയാളം പറഞ്ഞിട്ടില്ല. അല്ല, ഈ ഒരു ഇതിന് ഇന്നതാണ് ഇതിന്റെ മലയാളം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സംസ്കൃതം കേട്ടപ്പോഴ് ഇത് മലയാളമാണല്ലോ പറഞ്ഞത് എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. ഇത് മലയാളം തന്നെയാണല്ലോ. അതിൽ ബാലഹ എന്ന് പറഞ്ഞാൽ ബാലൻ. അതിന് നമ്മൾ ബാല എന്നുള്ളതിനെ ബാലൻ എന്നാക്കിയിട്ട് നമ്മൾ പറയുന്നു മലയാളത്തിൽ. ജലം എന്നുള്ളത് ഒരു മാറ്റവും വരുത്താതെ ജലം എന്ന് തന്നെ പറയുന്നു മലയാളത്തില്. പിബതി എന്ന് പറയാറില്ല, അത് ക്രിയാവത് കുടിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ പാനം കരോതി എന്ന് പറയുമ്പോൾ പാനം എന്നുള്ള വാക്ക് മലയാളത്തിൽ നമ്മൾ ധാരാളമായിട്ട് പറയാറുണ്ട്. പാനം കരോതി എന്ന് ഒന്നുകൂടി അതിനെ വിഭജിച്ച് പറയുമ്പോൾ പാനം കരോതി നമുക്ക് മനസ്സിലായി. അങ്ങനെ വളരെ ലളിതമായിട്ടുള്ളതും സംസ്കൃതത്തിലുണ്ട്. ഈ കഠിനമായിട്ടുള്ള സംസ്കൃതം എന്ന് പറയുന്നത് സംസ്കൃതം അത്രയധികം പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നാൽ ലളിതമായിട്ടുള്ള എത്രയോ സംസ്കൃതങ്ങളുണ്ട്, സംസ്കൃത പദങ്ങളും സംസ്കൃത സംഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ അങ്ങനെയുള്ള വഴികളിലൂടെ നീങ്ങിയിട്ട് നമുക്ക് കുറച്ച് സംസ്കൃതം ഏതെങ്കിലും തരത്തിൽ പഠിക്കാൻ സാധിക്കണം. അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് ഞാനിപ്പോ തൽക്കാലം പറയുന്നത്. ഈ സംസ്കൃതം എന്തിനാണ് എന്ന് ഒരു ചോദ്യം. ഇതിനു മുമ്പ് ഉടുപ്പി, ഇപ്പം അദ്ദേഹം മരിച്ചു, സ്വാമിയാർ മരിച്ചു. ഉടുപ്പി മഠാധിപതിയായിരുന്ന, പേജോവർ മഠാധിപതി ആയിരുന്ന ആ സ്വാമിയാരുടെ ഒരു പ്രഭാഷണത്തില്, സംസ്കൃതത്തിലാണ് പ്രഭാഷണം,
ആ പ്രഭാഷണത്തിൽ കേട്ടിട്ടുണ്ട് ഈ സംസ്കൃതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. കിഞ്ചിത് ജലം ആനയതു, കുറച്ച് വെള്ളം കൊണ്ടുവരൂ എന്ന് വീട്ടമ്മയോട് പറയാണ്. സ്വാമിയാർ പോയി പറഞ്ഞു എന്നാണ്. കിഞ്ചിത് ജലം ആനയതു എന്ന് പറഞ്ഞപ്പോ ആ വീട്ടമ്മ ആരോ ആയിക്കോട്ടെ, ഏതായാലും ഒരാള് ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൊണ്ട് പോയി കൊടുത്തു. ആ സമയത്ത് ചോദിക്കുകയാണ്, ഞാൻ വെള്ളം മാത്രമല്ലേ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൂ, ഈ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പാത്രം എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വെള്ളം മാത്രമേ വേണ്ടൂ, വെള്ളം കൊണ്ടുവരാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ആ വെള്ളം കൊണ്ടുവരണമെങ്കിൽ ഒരു പാത്രം വേണം. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് സംസ്കൃതി വേണം എന്നുണ്ടെങ്കിൽ അവിടെ സംസ്കൃതം വേണം എന്ന്. അതാണ് അദ്ദേഹം ആ മഠാധിപതി പറഞ്ഞത്. സംസ്കൃതി സംസ്കൃതേനൈവ. സംസ്കൃതി എന്ന് പറയുന്നത് ആ സംസ്കൃതത്തിലൂടെയാണ് ലഭിക്കുന്നത്. അപ്പോ സംസ്കൃതിയുടെ ഒരു പാത്രമാണ് സംസ്കൃതം. അതിലടങ്ങിയിരിക്കുന്നതൊക്കെ സംസ്കൃതികൾ, സംസ്കാരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ സംസ്കൃതം നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഇപ്പൊ ഞാനീ പറഞ്ഞ ഈ ഗുണങ്ങളൊക്കെ ഈ സംസ്കൃതത്തെ പഠിച്ചാലാണ് ഈ സംസ്കാരം നമുക്കുണ്ടാവുക. ആ സംസ്കാരം ഉണ്ടായാലാണ് അതിനനുസരിച്ച് ജീവിച്ച് നമുക്ക് നമ്മുടെ ഉദ്ദേശമായിരിക്കുന്ന മോക്ഷപ്രാപ്തിയാണെങ്കിൽ മോക്ഷപ്രാപ്തി, അല്ലെങ്കിൽ ഈശ്വരനോട് അടുക്കാനാണെങ്കിൽ അങ്ങനെ അതിനൊക്കെ സാധിക്കുക. ഇതിനൊക്കെ ഇനിയുള്ള കാലത്ത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം. വളരെ സന്തോഷം. രാമായണ മാസ ആരംഭത്തിലെ തികച്ചും ആ അർത്ഥത്തിൽ തന്നെ നടന്നിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. പഠന പദ്ധതിയുടെ ഗുരുനാഥൻ കരാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി. എന്തെങ്കിലും ഡിസ്കഷൻ വേണോ? ചർച്ച ആയിട്ട് വേണോ? എന്തെങ്കിലും ചോദിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 വാക്ക് സംസാരിക്കാം. ചേട്ടാ നമസ്കാരം. അതില് ആ ഒരു ഹരിസിംഹൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു, അത് മറ്റേ ജമ്മു കാശ്മീർ രാജാവാണോ? എന്താ പറഞ്ഞത്? ഒരു ഹരിസിംഹവാല എന്ന് പറഞ്ഞിട്ടൊരു പേര് പറഞ്ഞിരുന്നു. അത് ജമ്മു കാശ്മീർ രാജാവാണോ? ഒരു രജപുത്ര രാജാവാണ് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. ഒരു രജപുത്ര രാജാവാണ് എന്നേ എനിക്കറിയുള്ളൂ. ഏത് രാജ്യമാണ് എന്ന് എനിക്കറിയില്ല. ഒരു കേട്ടുകേൾവി മാത്രമാണ്. എവിടെയോ വായിച്ചൊരു ഓർമ്മ. ഒരു ഹരിസിംഹൻ എന്നുള്ളൊരു ഇത് കേട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീർ ഹരിസിംഗ് ഹരിസിംഗ്. ശരി. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഉള്ള അവസരമാണ്. അതെ ഹരിയേട്ടാ, പറയൂ. ഈ നമ്മളെ ഈ ആധ്യാത്മ രാമായണം അത് സംസ്കൃതത്തിൽ എഴുതിയത് വ്യാസനാണോ? സംസ്കൃതത്തിൽ എഴുതിയത് വ്യാസനാണോ എന്നാണോ? അതിന്റെ കർത്താവ്? അത് പുസ്തകം ഇവിടെ ഉണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് വേണേ ഞാൻ നോക്കി പറഞ്ഞുതരാം. ചോദിച്ചിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാട്ടോ. അത് അങ്ങനെ പറയുന്നുണ്ടല്ലോ അല്ലേ? പുസ്തകം എൻ്റെ അടുത്തുണ്ട്. അധ്യാത്മരാമായണം സംസ്കൃതത്തിലുള്ള പുസ്തകം ഇവിടെ ഉണ്ട്. വാൽമീകി രാമായണം വാൽമീകി എഴുതി. അധ്യാത്മരാമായണം മഹാഭാരതത്തില് വ്യാസം പറയുന്നതായിട്ടല്ലേ?
വ്യാസൻ എഴുത്തച്ഛൻ തന്നെയാണോ അതിന്റെ എഴുതിയത്? അറിയില്ല, ഒന്ന് നോക്കണം എനിക്ക്. അയ്യൊരു സംശയം ഇല്ലാണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒരാൾ ചോദിച്ചതുകൊണ്ടൊന്ന് ചോദിച്ചതേ ഉള്ളൂ. ആർക്കും അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നവർ ചിലപ്പോ ഇവിടെ ഉണ്ടാവും അല്ലേ? ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അത് അറിയെങ്കിൽ പറയാം, ഷെയർ ചെയ്യാം. നമസ്കാരം. അധ്യാത്മരാമായണം സംസ്കൃതത്തിൽ എഴുതിയത് വ്യാസനാണെന്നാണ് എൻ്റെ അറിവ്. വാൽമീകി രാമായണം സംസ്കൃതത്തിൽ വാൽമീകി എഴുതി, അതിനുശേഷം അധ്യാത്മരാമായണം സംസ്കൃതത്തിൽ വ്യാസൻ, കിളിപ്പാട്ട് എഴുതിയത് എഴുത്തച്ഛൻ. അങ്ങനെയാണ് എൻ്റെ അറിവ്. പുസ്തകം അവിടെ ഉണ്ട്, പക്ഷെ അത് ആരെഴുതി എന്നുള്ളതറിയില്ല. ഓക്കെ, ഒരാൾ ചോദിച്ചത് അതോട് ചോദിച്ചതാ, കുഴപ്പമില്ല. ആയിക്കോട്ടെ. വേറെ ആർക്കെങ്കിലും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇതിപ്പോ പിന്നെ ഈ സംശയങ്ങൾ എന്നുള്ളത് മാത്രമല്ല, ഇതിനോട് കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പറയാട്ടോ. ഈ കുറച്ചുകൂടി ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്താൽ ഒന്നുകൂടി നന്നാവും എന്നുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സംസാരിക്കാം. ഇത്രയും നല്ല വാക്കിന് നന്ദി മാത്രമേ പറയാനുള്ളൂ. അത്രയും നന്നായിട്ട് പറഞ്ഞു തന്നു. സംസ്കൃതത്തിന്റെയും ലളിതമായിട്ടുള്ള സംസ്കൃതത്തിന്റെയും അതുപോലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. അത്രേ പറയാനുള്ളൂ. വേറെ സംശയം ചോദിക്കാനില്ല. സംശയം എല്ലാം നിവർത്തിച്ചാണ് തന്നത്. ആരും അധികം സംസാരിക്കാത്തത് കൊണ്ട് നമുക്ക് സംഭാവന ജോയിൻ ചെയ്യാം. അതിനുമായിട്ട് നമ്മുടെ ഈ കർക്കിടക മാസത്തില് നടക്കുന്ന ക്ലാസ്സുകൾ ഇതിന്റെ ആരംഭം കുറിച്ചത്. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ക്ലാസ്സുകൾ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്കുകളൊക്കെ നമുക്ക് ലഭിക്കുക അതാത് ഗ്രൂപ്പുകളിൽ മാത്രമായിരിക്കും. ഒന്നിക്കല് തന്ത്രസമാധി എന്റെ കർക്കിടക മാസത്തിന് പ്രത്യേകമായിട്ട് ഒരു ഗ്രൂപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾക്ക് ലളിതമായ ഭാഷയെ കൂടെ അവരെന്തോ പറയുന്നുണ്ട് തോന്നുന്നു ശ്രീരാമേട്ട. എന്നുള്ളതും അതുപോലെ ഓരോ നമ്മളുടെ സരസ്വതി എന്നെ അൺമ്യൂട്ട് ചെയ്യാതെ അവിടെ അൺമ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കുക തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണത് തോന്നുന്നു. ആണല്ലേ? അപ്പൊ നമ്മൾ ഇവിടേക്ക് പറയാനല്ലാന്ന് തോന്നുന്നു അല്ലേ? അല്ല, അവിടെ എന്തോ ക്ലാസ് നല്ലൊരു വെബിനാർ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും വേണ്ട നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ വിളിച്ചിരുന്നു, അവിടുത്തെ സരിതയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി. ഓ ശരി ശരി ശരി. അപ്പോഴേ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്കുകള് കർക്കിടക മാസത്തെ ക്ലാസ്സുകൾ എന്നുള്ള രീതിയിൽ അതെങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നത് എന്ന് അതാത് ഗ്രൂപ്പുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് സംശയമുള്ളവർ ഇവിടെ ഇതിന്റെ സമാപനത്തിന് ശേഷം, നന്ദി ഭാഷണത്തിന് ശേഷം ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ നന്ദി ഭാഷണത്തിനായി വിനീത് എണ്ണയ്ക്കാട്ട് മങ്കുന്നം പൂജാപഠനം 4ാം ബാച്ചിലെ പഠിതാവാണ്, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഗുരുഭ്യോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അഖില കേരള തന്ത്രി സമാജത്തിന്റെ രാമായണ മാസാചരണം പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ നമ്മളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതും ഒത്തുകൂടിയിരിക്കുന്നതും. വളരെ എന്താ പറയണ്ടേ,
വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ഇതിനോടകം തന്നെ നടത്തി വിനീത് കൃഷ്ണൻ അൺമ്യൂട്ടായോ? പറയുക എന്നുള്ളത് മാത്രമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും നൽകി ഇതിനെ എന്താ പറയണ്ട, പല ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്ന ആൾക്കാർ, പല സാമൂഹിക സാഹചര്യങ്ങളിൽ കഴിയുന്ന ആൾക്കാർ അത് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ പദ്ധതിയിൽ, ഈ പ്രോഗ്രാം, നമ്മൾ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ കൃത്യമായി പങ്കെടുക്കുന്ന ആൾക്കാർ, അതായത് ഇതിന്റെ പൂജാ പദ്ധതിയിലെ പഠിതാക്കളുണ്ട്, അന്തർജന സഭയിലെ അംഗങ്ങളുണ്ട്, വിചാരസത്രത്തിലെ അതിലെ അംഗങ്ങളുണ്ട്. അങ്ങനെ പല ഗ്രൂപ്പുകളിലെ അംഗങ്ങളെ അവരെ പല തിരക്കുകൾ മാറ്റിവെച്ച് ഈ പദ്ധതികളുടെ എല്ലാം, ഈ ഓൺലൈൻ പരിപാടികളുടെയും പഠന പദ്ധതികളുടെ എല്ലാം വിജയത്തിനായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പഠിതാക്കൾ തന്നെയാണ്. പഠിതാക്കളും മറ്റ് ഗുണഭോക്താക്കളുമാണ്. അവരെ എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. അപ്പോൾ അഖില കേരള തന്ത്രി സമാജത്തിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി, ഇങ്ങനെ ഒരു പ്രതികൂല സാഹചര്യം, അതായത് ആർക്കും നേരിട്ട് കാണാനും സംവദിക്കാനും ഒന്നും കഴിയാത്തൊരു സാഹചര്യത്തിൽ അതിനെ ആ ഒരു പ്രതികൂല സാഹചര്യത്തെ അവസരമായി കണക്കാക്കി ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ പല പ്രോഗ്രാമുകളും അവതരിപ്പിക്കുകയും എല്ലാവരിലേക്കും നമ്മളുടെ സംസ്കാരവും നമ്മളുടെ പൈതൃകവും എല്ലാം എത്തിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ, പ്രോഗ്രാമുകൾ ആവിഷ്കരിക്കുന്ന അഖില കേരള തന്ത്രി സമാജത്തിന്റെ ഭാരവാഹികളോടുള്ള നന്ദി, പ്രത്യേകിച്ച് വേഴാപ്പറമ്പ് ഈശാനേട്ടനോടും ലാക്കുടി ഉണ്ണികൃഷ്ണനോടും എല്ലാം നന്ദിയും കൃതജ്ഞതയും ഞാനിവിടെ അർപ്പിക്കുകയാണ്. എല്ലാ പഠിതാക്കളുടെയും പേരിൽ ഞാൻ നിങ്ങൾ അർപ്പിക്കുകയാണ്. അടുത്തതായി എടുത്തു പറയേണ്ടത് നമ്മുടെ ഗുരുനാഥനെ കുറിച്ചാണ്. ഗുരുനാഥൻ ശരിക്കും പറഞ്ഞാൽ, ഞാൻ ഈ പദ്ധതിയിൽ, പൂജാപഠന പദ്ധതിയിൽ ചേർന്നപ്പോൾ മുതൽ വളരെ കൗതുകത്തോടെയും വളരെ ആദരവത്തോടുകൂടിയും മാത്രമാണ് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും ഹരിയേട്ടന്റെ ഓരോ ക്ലാസ്സുകളിൽ നമുക്ക് ഇന്നിപ്പോ പലരും നേരിട്ട് അനുഭവിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. ഹരിയേട്ടന്റെ ഓരോ അവതരണ ശൈലിയും ഓരോ വാക്കുകളും നമുക്ക് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ളതാണ്. ഇനിയും മനോഹരമായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാനും എല്ലാവരിലേക്കും മനോഹരമായിട്ടുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള അറിവുകൾ എത്തിക്കുവാനും ഹരിയേട്ടന് സാധിക്കട്ടെ. ഹരിയേട്ടന് തന്ത്രി സമാജത്തിന്റെ പേരിലും എല്ലാ പഠിതാക്കളുടെ പേരിലുമുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും പറയാനുള്ളത് ശ്രീരാമേട്ടനെ കുറിച്ചാണ്. നമ്മളുടെ എല്ലാം ഇടയിലുള്ള ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീരാമേട്ടൻ പഠിതാക്കളെയും ഹരിയേട്ടനെയും സമാജത്തെയും എല്ലാം ഒരു മാലയിലെ മുത്തുകളെ പോലെ കോർത്തിണക്കി വളരെ കഠിനമായ ഒരു പ്രവൃത്തി വളരെ അനായാസേന നിർവഹിക്കുന്ന ശ്രീരാമേട്ടനെ എത്ര കണ്ട് നന്ദി പ്രകാശിപ്പിച്ചാലും അധികമാവത്തില്ല. ശ്രീരാമേട്ടൻ ഇനിയും നിരവധി പദ്ധതികളും പ്രോഗ്രാമുകളും ആവിഷ്കരിച്ച് തന്ത്രി സമാജത്തിന്റെ ബ്രാഹ്മണ സമൂഹത്തിനിടയിലുള്ള പ്രാതിനിധ്യം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നന്ദിയും. തന്ത്രി സമാജത്തിന് ഇനിയും കൂടുതൽ ക്ലാസ്സുകളും വിജ്ഞാനപ്രദമായ ഇതുപോലത്തെ സത്സംഗങ്ങളും നടത്തി മികച്ച രീതിയിൽ മുന്നേറാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. എന്തെങ്കിലും നമ്മുടെ മുന്നോട്ടുള്ള ക്ലാസ്സുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ തുടരുക. ആ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്.
ശ്രീരാമേട്ടാ ഒന്നും ഒന്നും കേൾക്കുന്നില്ല. എന്തോ പറയുന്നു. റേഞ്ച് ഔട്ടാണ്. ഓക്കെ ഓക്കെ. ശ്രീരാമേട്ട റെക്കോർഡിംഗ് വേണേ സ്റ്റോപ്പ് ചെയ്തോളൂ, കഴിഞ്ഞില്ലേ? അപ്പോ നെറ്റ്വർക്കിന്റെ വെച്ച് ഇത് കുറയും. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നെറ്റ് ലാപ്പ് ഓൺ ആവുന്നില്ല. ആ ആയിക്കോട്ടെ.
അല്ലേ ശ്രീരാമേട്ട? വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? ഇനി എന്റെ ഇതേ സിസ്റ്റം ലാപ്പ് ഹാങ് ആയി പോയിരുന്നു. അതെയാ? ലാപ്പ് ഹാങ് ആയി ലാപ്പ് ഓഫ് ആക്കിയാൽ മതി. എന്റെ ഇതിൽ കയറി ഓഫാക്കാൻ ആവുന്നില്ല. എന്നാൽ അതിന്റെ ശബ്ദം ഇതാക്കൂ. മൊത്തം ഹാങ്ങാണ്. അതെയാ? ഫോണിൽ പ്രശ്നമുണ്ടോ? ഫോണിൽ ഓഫാക്കാൻ പറ്റൂല. ഇന്ന് റേഞ്ച് കുറവാണ്. അപ്പൊ ഞാൻ നോക്കട്ടെ. എന്തായാലും എല്ലാവരും ലെഫ്റ്റ് ആയിക്കോട്ടെ. ശരി, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. വേറെ ഒന്നുമില്ലല്ലോ, ആർക്കും പറയാനില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം നമസ്കാരം നമസ്കാരം. നമസ്കാരം ചേട്ടാ. മൊത്തം ഹാങ് ആയി പോയിരുന്നു. അതെ അല്ലേ? എന്താണെന്നറിയില്ല. ശരി, തുടക്കത്തിലുണ്ട് ലാപ്പിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. സർവീസ് ഒന്നും തുറക്കുന്നില്ലല്ലോ ഇപ്പൊ. നാളെ തുറക്കോ നോക്കണം. പോയി സർവീസ് ചെയ്യണില്ല. ഇപ്പൊ പുതിയ ലാപ്പ് വാങ്ങിക്കണില്ലെങ്കിൽ. ശരി, ഫുൾ പ്രോഗ്രാം ആണല്ലോ. നോക്കട്ടെ. ഇനി ഒന്നിക്കില് ഇത് സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ വാങ്ങിക്കാം. ചിലപ്പോ എളുപ്പം പുതിയ വാങ്ങിക്കായിരിക്കും അല്ലേ?